അപ്പൊ ഈ ശരിക്കും നമുക്ക് ഈ യുദ്ധം ഒന്ന് തീർന്നു കിട്ടിയാൻ വലിയ ആഗ്രഹമാണ് ശരിക്കും. അങ്ങേക്ക് അതിൽ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ അടുത്തുനിന്ന് തുടങ്ങാം. കാരണം ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാവരും പറയുന്ന എന്തു പറ്റി എന്നുള്ളത്. ട്രംപിന്റെ കൊടയുടെ കീഴിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റും വിചാരിച്ചു ഒരാഴ്ച കൊണ്ട് ഇറാന് എയർ ബോംബാർഡ്മെന്റ് നടത്തി ഇറാൻ ഗവൺമെന്റ് ടോപ്പിൽ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡും കറക്റ്റ് ആയിരുന്നു. ആരോ എങ്ങനെയോ ആണെങ്കിലും ആ ഒരു ഐഡിയയിൽ നമ്മൾ വന്നു. യുദ്ധം നീണ്ടുപോയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. കാര്യം ഓഫ് കോഴ്സ് അവിടെയും ആ പോയിന്റ് ഷാവു പ്രസാദ് പറഞ്ഞതും കറക്റ്റാണ്. കാരണം നമ്മുടെ ജനങ്ങളുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി അവരുടെ പ്രയോറിറ്റി അതിനെ നോക്കിയപ്പോൾ തീർച്ചയായിട്ടും ഷിഫ്റ്റിംഗ് അർജന്റ് ആണ്. ഷിഫ്റ്റിംഗ് വന്നേ പറ്റുള്ളൂ. പിന്നെ യുദ്ധത്തിന്റെ കാര്യത്തിലോട്ട് വരാം. കാരണം ഇതിപ്പോ ഇന്ന് തീരുമോ നാളെ തീരുമോ എന്ന് പറഞ്ഞാൽ SK ഒരു ചൊല്ലുണ്ട്, താഴെ വന്നേ സമ്മാനമുള്ളൂ. കാര്യം ഇതുവരെ ഇസ്രയേലും അമേരിക്കയും ഒക്കെ മേളിൽ നിന്നുകൊണ്ടുള്ള കളിയാണ്. അത് എന്നും അൾട്ടിമേറ്റ് വിക്ടറി വരണമെങ്കിൽ താഴെ വരണം. അത്ര എളുപ്പമല്ല. അതാണ് അവിടെയാണ് പ്രശ്നം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. 2 ഷിപ്പ് ക്രോസ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഷിപ്പ് ഒമാൻ ഈ സൈഡിലായിരുന്നു. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നത്. ഇതുവരെ ഹോർമിസ് കടലിടുക്കൊന്നും ക്രോസ് ചെയ്തിട്ട് ഷിപ്പുകളൊക്കെ ഒന്നും വന്നിട്ടില്ല. അല്ല, ഇറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെയുള്ള രാജ്യങ്ങളെ ഒന്നും ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആരും ചാൻസ് എടുക്കാൻ തയ്യാറല്ല, സേഫ് അല്ല. ട്രംപ് പറയുന്നുണ്ട് ഞാൻ കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് വരുമെന്ന്. ട്രംപ് ഒരിക്കലും ഈ കാര്യത്തിൽ മുന്നോട്ട് വരില്ല, സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ലെവലിൽ ട്രംപിന് ഇറങ്ങി കൈ പൊള്ളിയോ? 100% കൈയല്ല, അയാൾ ആകപ്പാടെ അടിപൊളി പൊള്ളി നിൽക്കുക. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്നുള്ള രീതിയിൽ കാര്യം ട്രംപിനോട് ഇപ്പം നെക്സ്റ്റ് വരാൻ പോകുന്ന SK നമുക്കെതിരായിട്ട് ഇപ്പൊ ട്രംപ് മൂവ് ചെയ്യും. അതിനകത്ത് ഒരു സംശയവുമില്ല. ഈ 30 days ഒന്ന് കഴിയട്ടെ. ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ എല്ലാവരും പറയുമല്ലോ അങ്ങനെയാണ്. ഈ 30 days കഴിയുമ്പം നമ്മുടെ ഡൊമസ്റ്റിക് പ്രഷർ ഈ ഗവൺമെന്റ് തന്നെ രാജ്യത്തിന്റെ ഇമ്പോർട്ടൻസ് എടുത്തുകൊണ്ട് തന്നെ റഷ്യയുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. അവിടെയാണ് ട്രംപിന്റെ തിട്ടൂരം വരുന്നത്. ആ സമയത്ത് നമ്മൾ ഈ ഫ്ലോറിലുണ്ടെങ്കിൽ നമുക്ക് അന്നേരം വീണ്ടും കാണേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.